Hi students, now we are going to discuss Sankhya and Yoga, that philosophy and values. So we discussed about different types of Indian categories of school. So first category, Orthodox School of Philosophy, and we already discussed Nyaya, the school of logic, and Vaisheshika, the atomic school. And the third one is Sankhya, that is school of enumeration. This is contributed by Kapila Maharshi and contribution. It is one of the oldest of six darshana. So six school of thought നമ്മൾ പറഞ്ഞു അതിൽ സിക്സ് ദർശനാസ് നമുക്ക് പറയാം ഫിലോസഫീനെ നമുക്ക് ദർശനാസ് എന്ന് കൂടി പറയാം സ്കൂളിനെ സോ 6 ദർശനങ്ങളിൽ ഒരു ദർശനമാണിത് സോ it is the first rational system in the world. So the Sankhya school of enumeration of Kapila is one of the oldest of the 6 darshanas and the first rational system in the world. So ലോകത്തിലെ ആദ്യത്തെ rational system ആണ്. rational system എന്ന് പറഞ്ഞാൽ ഒരു യുക്തിപരമായിട്ടുള്ള ഒരു സിസ്റ്റം മീൻസ് ഒരു സംവിധാനം. സോ ഒരു സിസ്റ്റമാണ്, അതൊരു യുക്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സോ അതേപോലെ തന്നെ ദർശനങ്ങളിൽ 6 ദർശനങ്ങളിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ദർശനമാണിത്. ആൻഡ് ദ സാംഖ്യകാരിക ബിഗിൻസ് by stating it is because of the anguish of suffering that the desire arises to know how to overcome it. സാംഖ്യകാരികയിൽ പറയുന്നത് എങ്ങനെയാണ്? സാംഖ്യകാരിക തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ആംഗിഷ് ഓഫ് സഫറിങ് ദാറ്റ് ദ ഡിസയർ അറൈസസ് ടു ഹൗ ടു ഓവർകം ഇറ്റ്. അതായത് ഇറ്റ് ഈസ് ബിക്കോസ്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ വരുന്നത് എന്നാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ആംഗിഷ് ഓഫ് സഫറിങ്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ വരുന്നുണ്ടാവും. ആ കഷ്ടപ്പാട് കൊണ്ട് നമുക്ക് ഒരുപാട് വേദനകൾ വരുമ്പോഴാണ് നമ്മളുടെ മനസ്സിലൊരാഗ്രഹം വരുന്നത്, എങ്ങനെ നമുക്ക് ഈ ഒരു കഷ്ടപ്പാടിൽ നിന്ന് മോചനം ലഭിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുക. അപ്പം നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിക്കുക. സോ എന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷണം നടത്തുന്നത്? നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ അന്വേഷിക്കുന്നത്. സോ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ആംഗിഷ് എന്ന് പറഞ്ഞാൽ വേദന, സഫറിങ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്. സോ കഷ്ടപ്പാട് കൊണ്ട് നമുക്ക് വേദനകൾ അനുഭവിക്കുമ്പോഴാണ് ദാറ്റ് ഡിസയർ അറൈസസ്, നമ്മുടെ മനസ്സിൽ ആഗ്രഹം വരുന്നത്, ടു നോ ഹൗ ടു ഓവർകം ഇറ്റ്, എങ്ങനെ ഇത് എന്ത് ചെയ്യാം, ഓവർകം ചെയ്യാം എന്നത് അറിയാനുള്ളൊരു ആഗ്രഹം നമുക്ക് വരുന്നത് എപ്പോഴാണ്? നമുക്ക് വേദനകൾ വരുമ്പോൾ. ടു ഓവർകം സഫറിങ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് നോളേജ് ഈസ് റിക്വയർഡ് വിച്ച് ഹെൽപ്സ് us ടു ഡിസ്ക്രിമിനേറ്റ്. അപ്പോൾ നമുക്ക് വരുന്ന കഷ്ടപ്പാടുകൾ അത് ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് നോളേജ് വേണം. ദാറ്റ് ഈസ് റിക്വയർഡ് വിച്ച് ഹെൽപ്സ് us ടു ഡിസ്ക്രിമിനേറ്റ്. അതിലൂടെ നമുക്ക് വിവേചനപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമുക്കൊരു കഷ്ടപ്പാട് വന്നു, അത് നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള അറിവ്, ഒരു പ്രത്യേക തരം അറിവ് നമുക്ക് നേടിയെടുക്കണം. അതായത് വിവേകമൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. ത്രൂ അനാലിസിസ് ആൻഡ് ഡിസ്ക്രിമിനൻറ്റ് വൺ ഓവർകം സഫറിങ്. അതായത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടും വിവേകബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രിമിനൻറ്റ് പറഞ്ഞാൽ വിവേകം, ഡിസമെൻറ്റ് എന്ന് പറഞ്ഞാൽ വിവേകം എന്നാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ കഷ്ടപ്പാടുകൾ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അപ്പോൾ വേറൊന്നുമില്ല, കഷ്ടപ്പാടുകൾ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? അത് ഓവർകം ചെയ്യാൻ നമ്മൾക്ക് മനസ്സിൽ തോന്നാം. അത് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള വിവേചനം ബുദ്ധിയൊക്കെ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? ഈ പറയുന്ന സാംഖ്യയോഗയിൽ ലേണിംഗ് ആൻഡ് ഡിസെമെൻറ്റ്, അതായത് നമുക്ക് ഡിസേൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകം, അതേപോലെ അറിവും വിവേകവും ദാറ്റ് ഈസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. ദർ ആർ 25 ബേസിക് തത്വാസ് or principles of the universe, and it describes the methods by which we can know and analyze these principles and their nature. So ഇതിൽ 25 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് തത്വം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ആണ്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെ അനാലിസിസ് എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ച് 25 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. ഇതൊക്കെ സാംഖ്യയോഗയിൽ പറയുന്നതാണ്. സാംഖ്യ ഫിലോസഫി ക്ലെയിംസ് ദാറ്റ്
ദ എഫക്റ്റ് ലൈസ് ഇൻ ദ കോസ്. അതായത് ദർ ഈസ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പല സബ്ജക്റ്റുകളായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അതായത് ദർ ഈസ് എൻ എഫക്റ്റ് ലൈസ് ഇൻ കോസ്. ഒരു എഫക്റ്റ് വരുന്നത് എപ്പോഴാണ്? കോസ് എന്നാണ്. കോസ് മീൻസ് ഒരു കാരണം ഉണ്ടായത് കൊണ്ടാണ് അവിടെ ഒരു എഫക്റ്റ് വരുന്നത്. സോ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡ്രോപ്പ് എ ഗ്ലാസ് ആൻഡ് ഇറ്റ് ബ്രേക്സ് ഇൻ ടു പീസസ്. നമ്മുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് താഴെ വീണു, എന്നിട്ടത് പൊട്ടി ചെറിയ ചെറിയ പീസുകളായി. അതൊരു എക്സാമ്പിളാണ്. ഇവിടെ നമ്മൾ ഇത് പൊട്ടാനുള്ള കാരണം എന്താണ്? ഗ്ലാസ് കയ്യിൽ നിന്ന് വീണതുകൊണ്ടാണ്. സോ ഇവിടെ എന്താ പറഞ്ഞത്? ഇഫ് യു ഹാഡ് നോട്ട് ഡ്രോപ്ഡ് ഇറ്റ്, നമ്മൾ ആ ഗ്ലാസ് താഴെ വീഴ്ത്തിയില്ല എങ്കിൽ ദെൻ ദ ഗ്ലാസ് വുഡ് ഹാവ് നോട്ട് ബ്രോക്കൺ. അപ്പോൾ എന്ത് നടക്കില്ല? ഗ്ലാസ് എന്ത് ചെയ്യില്ല? പൊട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ശ്രദ്ധിക്കായിരുന്നു. സോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കാരണമുണ്ട്. കാരണം എന്താണ്? ഗ്ലാസ് താഴെ വീണത്. എഫക്റ്റ് എന്താണ്? അത് പൊട്ടിയിട്ട് ചെറിയ പീസായി മാറിയത്. സോ ദർ ഈസ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഇഫ് യു ഹാഡ് നോട്ട് ഡ്രോപ്ഡ് ഇറ്റ്, നിങ്ങളത് വീഴ്ത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ ദെൻ ദ ഗ്ലാസ് വുഡ് നോട്ട് ഹാവ് ബ്രോക്കൺ. എന്ത് സംഭവിക്കില്ല? ഗ്ലാസ് പൊട്ടില്ല. So from this example it can be inferred that an individual has to take responsibility for his or her own action. ഇതിൽ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഒരു വ്യക്തി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ അദ്ദേഹം റെസ്പോൺസിബിൾ ആയിരിക്കണം. റെസ്പോൺസിബിലിറ്റി അയാളെ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. ഹിസ് ഓർ ഹർ ആക്ഷൻ, സ്വന്തം പ്രവൃത്തികൾ എന്തായാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അയാൾ തന്നെ ഏറ്റെടുക്കണം. The teacher has to nurture the best potential of the student. This can be achieved if the teacher has used different learning strategies to develop the multiple intelligence of the child. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വാല്യൂസ് എങ്ങനെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാം? ടീച്ചേഴ്സ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് കുട്ടികളിൽ ഈ കഴിവ് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ പറഞ്ഞു നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള നോളേജ് നമുക്ക് ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ നോളേജ് അത് നമ്മൾ അക്വയർ ചെയ്യണം. സോ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ് ഉണ്ട്, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അക്വയർ ചെയ്യാൻ പറ്റും. അതിന് ടീച്ചേഴ്സ് നമ്മളെ സഹായിക്കണം. അതിൽ നമുക്ക് വേറൊരു കാറ്റഗറി വന്നാൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടേം വരുന്നുണ്ട്. സോ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിവ് നേടിയെടുക്കാൻ പറ്റും. അതാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് വരുന്നുണ്ട്. കൈനസെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈനസൈസിസ്, അതായത് നമ്മുടെ പ്രോബ്ലം നമുക്ക് ഒരു കാര്യം നമുക്ക് പഠിച്ചെടുക്കാൻ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ബോഡി ലാംഗ്വേജ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷ എഴുതാനും വായിക്കാനും അറിയുമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, അതായത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഇൻ്ററാക്ട് വിത്ത് അതേഴ്സ് എന്ന് പറയും. നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. ദെൻ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വൺസ് ഓൺ ഇമോഷൻസ് എന്ന് പറയും. അതായത് നമുക്ക് നമ്മുടെ സ്വന്തം ഇമോഷൻസൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന എഡ്യൂക്കേഷൻ നമുക്ക് ലേണിങ് സാധിക്കും. ഇനി ലോജിക് ഓർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, എബിലിറ്റി ടു ഡു തിങ്സ് വിത്ത് ഡാറ്റ സച്ച് ആസ് കളക്ട്, ഓർഗനൈസ്, അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ്. അതായത് നമുക്ക് നമ്മുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവും. ലാർജ് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ്. സോ ഇങ്ങനത്തെ കഴിവുകളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാം. അപ്പോൾ അത് കുട്ടികളിൽ ഈ പറയുന്ന മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ ടീച്ചേഴ്സ് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. Then according to Sankhya philosophy, our perception is limited to our 5 senses and learning has to take place experimentally using these 5 senses. അപ്പോൾ നമ്മുടെ സാങ്ക്യ ഫിലോസഫി പ്രകാരം നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ 5 ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. സോ നമുക്ക് ഈ ഓർഗൻസിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ലേണിംഗ് നടത്തണം. ലേണിംഗ് ഷുഡ് ബി ഓപ്പൺ എൻഡഡ്. നമുക്കൊരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ളൊരു ലേണിംഗ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ അതൊരു ബൗണ്ടറി ലെസ് ആയിട്ടായിരിക്കണം, ഒരു ലിമിറ്റഡ് ആവരുത്, എക്സ്പെരിമെൻ്റൽ ആയിരിക്കണം. അതേപോലെ ഒരു ബേസ്ഡ് ഓൺ എ റീസൺ ആയിരിക്കണം. നമുക്കൊരു റീസൺ വേണം ഇതിന്. റീസൺ കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് പവർ ഓഫ് മൈൻഡ് ടു തിങ്ക് ലോജിക്കലി ആണ്. നമുക്കൊരു ലോജിക്കൽ തിങ്കിങ് ചെയ്യാനുള്ളൊരു കഴിവ്
നമ്മുടെ മനസ്സിനുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും സോൾവ് ചെയ്യാൻ പറ്റും. അക്കോർഡിംഗ്ലി ടീച്ചേഴ്സ് വുഡ് ഇൻകോർപ്പറേറ്റ് ഹാൻഡ്സ് ഓൺ ലേണിംഗ് പ്രൊജക്ട്സ്, ഡിബേറ്റ്സ്, ഡിസ്കഷൻ, ഡ്രാമ, എക്സിബിഷൻസ് ആൻഡ് ആസ് മച്ച് ആസ് പോസിബിൾ. അപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഈ പറയുന്ന സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്റ്റുകളും ഡിബേറ്റുകളും ഡിസ്കഷൻസൊക്കെ നടത്തണം എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് പറയുന്നത് ഇൻ ദ വേൾഡ് ഓഫ് നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹാപ്പിനെസ് ഈസ് ദ റിസൾട്ട് ഓഫ് എ ടെമ്പററി റിലേഷൻ ടു സർട്ടൈൻ തിങ്സ് which produces a favorable condition in our mind and that point of time. So നമുക്ക് ഈ പറയുന്ന കാലഘട്ടം നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അത് ചില തിങ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. നമുക്ക് ഫേവറബിൾ കണ്ടീഷൻസ് ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡിന് സപ്പോർട്ടീവായിട്ടുള്ളൊരു കാര്യം വരുമ്പോൾ നമുക്ക് സന്തോഷം വരും. Once we accept that absolute happiness is not possible, we can discipline ourselves to have fewer expectations and consequently be less disappointed. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നമ്മളിത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതായത് എന്താണ്, ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് നമുക്ക് എപ്പോഴും ലഭിക്കില്ല എന്ന് നമ്മൾ ആബ്സല്യൂട്ട് ഹാപ്പിനെസ് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല എന്ന് നമ്മൾ മനസ്സിൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വയം എന്ത് ചെയ്യാൻ സാധിക്കും, ഫ്യൂവർ എക്സ്പെക്റ്റേഷൻസ് നമുക്ക് ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരാം. ഫ്യൂവർ എക്സ്പെക്റ്റേഷൻസ് നമുക്ക് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക ആൻഡ് കോൺസിക്വൻ്റ്ലി ലെസ് ഡിസപ്പോയിൻറ്റഡ്. അങ്ങനെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ ഈ ഓവർ എക്സ്പെക്റ്റേഷൻസ് വരുമ്പോഴാണ് നമുക്ക് എന്ത് വരേണ്ടി വരിക, ഡിസപ്പോയിൻമെൻറ്റ് വരിക അല്ലേ. നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നിരാശ പെട്ടെന്ന് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആരിൽ നിന്നും അധികം എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. സോ നമുക്ക് എന്ത് സാധിക്കും, നമുക്ക് നിരാശയിലേക്ക് പെടാതിരിക്കും. സോ അൾട്ടിമേറ്റ് എപ്പോഴും നമുക്ക് സന്തോഷം എന്തായാലും കിട്ടില്ല, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. നമ്മളെപ്പോഴും സന്തോഷിപ്പിക്കാൻ ആരും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, എപ്പോഴും ആരും ഉണ്ടാവില്ല. സോ നമ്മളെപ്പോഴും ആരിൽ നിന്നും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസപ്പോയിൻമെൻറ്റ് വരില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അക്കോർഡിംഗ് ടു ദ സാഖ്യ ഫിലോസഫി ഓൺലി എ ഹെൽത്തി ആൻഡ് ഫോക്കസ്ഡ് ഇൻഡിവിജ്വൽ ക്യാൻ അറ്റൈൻ സാൽവേഷൻ. സോ നമ്മുടെ സാഖ്യ ഫിലോസഫി പ്രകാരം നല്ല ആരോഗ്യമുള്ള അല്ലേ, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മോക്ഷം ലഭിക്കുള്ളൂ എന്നാണ് പറയുന്നത്. യോഗ എന്ന് പറയുന്നത് ഈ പറയുന്ന കരിക്കുലത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, ആർട്സ് യോഗ എന്നൊക്കെ. കാരണം നമുക്ക് ഹെൽത്ത് തരുന്നത് യോഗയാണ്. ആർട്സിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാം. ഹെൽത്തിനെ കുറിച്ച് നമുക്ക് പറയുന്നത് യോഗയാണ്. സോ സാഖ്യ ഫിലോസഫിയിൽ പറയുന്നത് എന്താണ്, നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മളെന്ത് ചെയ്യുക, വേദന കഷ്ടപ്പാടുന്ന വേദന വരുമ്പോഴാണ് നമ്മളതിനെ എങ്ങനെ ആ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നമ്മൾ ചിന്തിക്കുക. സോ നമുക്ക് ചിന്തിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റേതായ വേണം, അറിവ് വേണം. അത് വിവേചനപരമായിട്ടും വിവേകപരമായിട്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആ പ്രശ്നത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, രക്ഷപ്പെടാൻ ശ്രമിക്കണം. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റേതായ നോളേജ് നമ്മൾ അക്വയർ ചെയ്യണം. അപ്പോൾ നമുക്കൊരു കാരണം കണ്ടെത്താം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വന്നത്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ്, അപ്പോൾ നമ്മളെന്ത് ശ്രദ്ധിക്കുക, ഇനി ആ പ്രശ്നം വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. സോ അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടെത്തുക. പിന്നെന്താ പറയുന്നത്, നമ്മൾക്ക് 5 സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. അത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ 5 സെൻസും. അതേപോലെ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കുക, കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ നടത്താതിരിക്കുക. അപ്പോഴാണ് നമുക്ക് നിരാശ കൂടേണ്ടി വരിക. സോ ഇതാണ് സാഖ്യ ഫിലോസഫിയിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.